അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ചെറിയ കുറച്ച് വീഡിയോസ് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ദീൻ പഠിക്കേണ്ടത് എവിടെ എന്നുള്ള വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട കുറെ ആളുകൾ, അത്യാവശ്യം പ്രായമായ ആൾക്കാരും ചെറുപ്പക്കാരായ ആളുകളൊക്കെ, അവര് ഒരുപാട് യൂട്യൂബ് ചാനൽസ് അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകൾ, ഒരുപാട് മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇസ്ലാമിനെ കുറിച്ചിട്ട് പല തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ചില ഭാഗങ്ങളിൽ വളരെ മോശമായിട്ട് ഹദീസുകളെയും ഖുർആനെ വിമർശിക്കുന്നു, ഹദീസുകളും ഖുർആനെ തള്ളിക്കളയുന്നു. ചില ആളുകൾ ഹദീസും ഖുർആനും എടുത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് മുസ്ലിം സമുദായം ഇതേവരെ അർത്ഥം വെക്കാത്ത രീതിയിൽ അർത്ഥം വെച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ദീൻ പഠിക്കേണ്ടത്? നമ്മൾ ദീൻ പഠിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഒരു നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം എഴുതാൻ പോകുന്ന വിചാരിച്ചു. അപ്പോൾ സാധാരണ ഈ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ IELTS എക്സാം എഴുതാൻ പോകുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ അവരുടേതായ എക്സാംസ് ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് അവർ അതിന്റെ പ്രൊഫഷൻസ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് പഠിക്കാൻ പോകാറുള്ളത്. നമ്മളുടെ ഇഹലോകത്തിന്റെ കാര്യത്തിൽ, നമ്മളുടെ ഈ ലോകത്തിന്റെ കാര്യത്തിൽ പോലും ഏറ്റവും ചെറിയൊരു എഡ്യൂക്കേഷന്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ പോലും ഏറ്റവും നല്ല കോളേജ്, ഏറ്റവും നല്ല പ്രൊഫസേഴ്സ്, ഏറ്റവും നല്ല ടീച്ചിങ് അതിനെ കപ്പാസിറ്റി ഉള്ള ആളുകളിലേക്ക് നമ്മൾ നോക്കാറുണ്ട്. ദീൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് ഇല്ല. നമ്മൾ എവിടെ നോക്കി, നമ്മൾ എവിടെ എടുക്കും, ഏത് ചവർന്നും നമ്മൾ എന്തെങ്കിലും ദീൻ എടുക്കും. അത് നമ്മൾ യൂട്യൂബിൽ നിന്നായാലും സോഷ്യൽ മീഡിയയിൽ നിന്നായാലും ഇതൊക്കെ പറയുന്നത് ഓതന്റിക് ആണോ നോക്കാറില്ല, അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയത്തിന്റെ ഒരു ചെറിയ ഭാഗം ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കേണ്ട കാര്യം, ദീൻ എവിടുന്ന് പഠിക്കണം എന്നുള്ളതാണ്. ഫോരെ ദീൻ പഠിക്കുമ്പോൾ ഈ ചവറകളിൽ നിന്ന് എടുത്ത് പഠിക്കണോ, അത് എവിടെ നിന്നാണ് ദീൻ പഠിക്കേണ്ടത് ഒരു മുസ്ലിം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനസ്സിലാക്കാം. ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ കാര്യമാണ്. ഇത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഭൂമിയിൽ വിജയിച്ചു പോകാൻ പറ്റുള്ളൂ. സത്യത്തിൽ വിജയം എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാം പൂർത്തീകരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ തൗഹീദ് പൂർത്തീകരിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ഒരു മനുഷ്യന് കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ ഉദ്ദേശം എന്താണ്? നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ദീൻ അനുസരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ദീൻ പഠിക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ആളുകൾക്ക് ഇതിൽ പറ്റുന്ന തെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര അധികം ഇമ്പോർട്ടന്റ് ആയ കാര്യമാണെന്നുണ്ടെങ്കിലും അത് ഏത് ചവറ്റുകൊട്ടയിൽ നിന്ന് കിട്ടിയാലും അത് സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതാണത്. നമ്മള് ഇപ്പോ നമ്മൾ ഒരു എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ആണോ എന്നുള്ളത് നമ്മൾ പഠിക്കാൻ ഒരു കുട്ടിയെ വിടുമ്പോൾ നമ്മൾ ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എത്ര തിരക്കും, നല്ല യൂണിവേഴ്സിറ്റി ആണോ, അതിന് എത്ര അക്രഡിറ്റേഷൻ ഉണ്ട്, ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, അവർക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നോക്കും. പക്ഷെ നമ്മള് ഇസ്ലാം ദീനിനെ കുറിച്ചിട്ട് എവിടുന്ന് എടുക്കുന്ന അവസ്ഥയാണ്. അത് ഇൻസ്റ്റാഗ്രാം റീലിൽ നിന്നോ, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് യാതൊരു ധാരണയില്ലാത്ത ആൾക്കാരുടെ പ്രഭാഷണങ്ങളിൽ നിന്നോ പ്രസംഗങ്ങളിൽ നിന്നോ, അതും കഴിഞ്ഞിട്ട് അതിന്നും മാറിയിട്ടുള്ള ചില ആൾക്കാരാണ് ഇസ്ലാമിന്റെ തന്നെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ. അവരുടെ സംസാരങ്ങളിൽ നിന്നും, അവര് ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള സംസാരിക്കുന്നതിൽ നിന്നും ഇസ്ലാം ദീനിനെ പഠിക്കുക എന്നുള്ളത്, ഇത് അങ്ങേയറ്റം എന്താണ്, ഒരു കടന്ന കൈയാണ്. സത്യത്തിൽ ഇത് അടിസ്ഥാനങ്ങൾ നിഷേധിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഇസ്ലാം ദീനിന് ചില അടിസ്ഥാനങ്ങളുണ്ട്. അത് വിശദീകരിക്കുന്ന ചില കിതാബുകൾ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. അപ്പോ അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കിതാബുകളിൽ ഒന്നാണ് ഇമാം അഹ്മദ്, ഇമാം അഹ്ലു സുന്ന വൽ ജമാ, 4ാമത്തെ മദ്ഹബിന്റെ ഇമാമായിട്ടുള്ള ഇമാം അഹ്മദിന്റെ ഉസൂലു സുന്ന എന്ന് പറയുന്നത്. ഈ ഉസൂലു സുന്ന ആരംഭിക്കുന്നത് ഉസൂലു സുന്നത്ത് ഇന്ധന എന്ന് പറഞ്ഞിട്ടാണ്. ഉസൂലു സുന്നത്ത് ഞങ്ങളുടെ അടുക്കൽ. എന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളുടെ അടുക്കൽ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ആരൊക്കെ ഉണ്ട്? അദ്ദേഹത്തിന്റെ ഉസ്താദായിട്ടുള്ള ഇമാം അഷ്ശാഫി റഹിമഹുല്ല, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കൂടുതൽ ആൾക്കാരും ഫോളോ ചെയ്യുന്നത് മദ്ഹബു ഷാഫിയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉസ്താദ് ഇമാം മാലിക്, അദ്ദേഹത്തിന്റെ ഉസ്താദ് മൗല നാഫി, അദ്ദേഹത്തിന്റെ ഉസ്താദ് ഇബ്നു ഉമർ അല്ലാഹു, അദ്ദേഹത്തിന്റെ ഉസ്താദ് മുഹമ്മദ് റസൂലുള്ള വരെയുള്ള ആളുകളെ കൂട്ടിയിട്ടാണ് എന്ത് പറയുന്നത്, ഈ ഉസൂൽ സുന്നത്ത് ഇന്ധന, ഉസൂൽ സുന്നത്ത് ഞങ്ങളുടെ അടുക്കൽ എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ആദ്യമായിട്ട് ഏറ്റവും ആദ്യത്തെ ലൈനുകളിൽ ഒന്നാണ് എന്ത്, ലാ ജുലൂസുമാ അസ്ഹാബുൽ ഹവ, ഹവയുടെ ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇതെന്ത് വിഷയത്തിലാ? നമ്മൾ സാധാരണ പോയിട്ട് സ്കൂളിൽ പോയിട്ട് ഹവയുടെ ആൾക്കാർ, അതായത് അവരുടെ കാര്യങ്ങൾ അവര് വിചാരിക്കുന്ന പോലെ നടത്തുന്ന, അവർക്ക് എന്താ തോന്നുന്നത്, അവരുടെ ദേഹേച്ഛയ്ക്ക് അനുസരിച്ച് പോകുന്ന ആൾക്കാരുടെ കൂടെ ഇരിക്കരുത് എന്നല്ല പറയുന്നത്. മറിച്ച് ഹവയോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ ദീൻ സംസാരിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ പറയുന്ന ആൾക്കാരുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള കാരണം എന്താ? അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ദീൻ ഫസാദാവും. ഒരുപാട് ഉലമാക്കൾ ഈ വിഷയം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മുടെ ദീന് ഇത് പ്രീഷ്യസ് ആണ്. ഇതില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മുന്നോട്ട് പോകാൻ പറ്റൂല.
ഇതുകൊണ്ട് മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ വിജയം ഉണ്ടാവുന്നതിൽ നമ്മൾ കലർപ്പ് വരുത്തി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒറ്റ ശരീഅത്തെ ഇറക്കി തന്നിട്ടുള്ളൂ, ഒറ്റ ഖുർആനെ ഇറക്കി തന്നിട്ടുള്ളൂ, ഒരു സുന്നത്തെ ഇറക്കി കൊടുത്തിട്ടുള്ളൂ. പക്ഷെ പലർക്കും പല വിശ്വാസമാണ്. എങ്ങനെ ഈ പല വിശ്വാസങ്ങൾ ഉണ്ടായത്? പല ആൾക്കാരും പല ലൊന്നുകൾ, പല ഊഹങ്ങൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുടെ കൂടെ പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് സലഫ് മുൻഗാമികളിൽപ്പെട്ട ചില ഉലമാക്കളിൽ കാണാൻ പറ്റും, അവരുടെ അടുക്കലേക്ക് ഖുർആൻ ഓതാൻ വേണ്ടി പോയപ്പോൾ ഖുർആനിന്റെ ഒരു ആയത്ത് പോലും ഓതരുത് എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ട സന്ദർഭങ്ങൾ കാണാൻ പറ്റും. കാരണം അവന്റെ വഴികേടിന് തെളിവായിട്ട് ഖുർആനിലെ ഒരു ആയത്ത് വിശദീകരിച്ച ആളുകളെ വിളിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഇന്നത്തെ കാലത്തുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണ്? അവരെന്ത് ദുൽമും, എന്ത് വഴികേടും, എന്ത് ഫിത്തന ആയിക്കോട്ടെ അതെടുക്കാൻ തയ്യാറാണ്. എന്തിനായാൽ മതി, അതില് ഒരു 2 ആയത്തോ ഹദീസോ ഉണ്ടായാൽ മതി, അവരെന്തെങ്കിലും പറഞ്ഞാൽ മതി. ഇനി ആയത്തോ ഹദീസ് ഒന്നും ഒരു ഷർത്തേ അല്ല. ചില ആൾക്കാരൊക്കെ ഫിലോസഫിയുടെ പിന്നാലെയാണ്. നമുക്ക് കാണാൻ പറ്റും ഉലമാക്കൾ ഈ വിഷയം തന്നെ, ഇപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിക്കോട്ടെ, ഉമർ റളിയല്ലാഹു അൻഹു ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ വിഷയം എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ യുക്തി വെച്ചിട്ടാണ് ഈ പറയുന്നത്. എന്നിട്ട് ഈ യുക്തിവാദ പ്രസ്ഥാനങ്ങളുടെ വാദങ്ങൾ, അതായത് യുക്തി ഇല്ലാത്ത വാദക്കാരുടെ ആൾക്കാരുടെ കൂടെ കൂടിയിട്ട് ഇതിനൊന്നും ശരിയായ രീതിയിലുള്ള ഇൽമു പഠിക്കാതെ, ആരിൽ നിന്നാണ് ദീൻ എടുക്കേണ്ടതെന്ന് അറിയാതെ അവരവസാനം കുടുങ്ങിയ ഒരവസ്ഥയിലെത്തുമ്പോ ഇവർ പെട്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനേക്കാൾ യുക്തി ഉപയോഗിച്ച് ദീൻ പറയുന്ന ചില ആൾക്കാരുണ്ടാവും. അവരുടെ അടുത്തെത്തിയിട്ട് ഇതിന്റെ ഒക്കെ ഉൾട്ട പഠിച്ച് വെക്കുക എന്ന് പറയുന്നതാണ്. സത്യത്തിൽ അവർക്ക് ഇൽമേ കിട്ടിയിട്ടില്ല. ഇൽമ എന്താന്നുള്ളത് ഉലമാക്കൾ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ചില കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇൽമിനെ കുറിച്ചിട്ട്. ഇത് ഞാൻ പെട്ടെന്ന് ഇത് എടുത്തു വെച്ചതല്ല. ഇൽമ എന്ന് പറയുന്ന ജഹല് ബസീത്ത് ഉണ്ട്, ഒന്നും അറിയാത്ത അവസ്ഥ ഉണ്ട്. ചില ആൾക്കാർക്ക് ജഹല് മുറക്കബുണ്ട്, കുറച്ചറിയാം, ആ അറിയുന്നത് എന്താണ് നേരെ ഉൾട്ടായിട്ടുള്ള അവസ്ഥ ഉണ്ട്. ലൊന്നുണ്ട്, ഫഹ്മുണ്ട്, അതേപോലെ തന്നെ ഷെക്കുണ്ട്, ഡൗട്ട് ഉണ്ട് അതിനെ കുറിച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇൽമുള്ളത്. അതായത് യഥാർത്ഥ ഇൽമുള്ളത് അത് ഒക്കെ കഴിഞ്ഞിട്ടാണ്. പക്ഷെ ആളുകൾ അവിടേക്ക് എത്തുന്നില്ല. ആളുകൾ അതിൽ നിന്ന് എത്രയോ അകലെയാണ്. എന്നിട്ട് അവരെത്തിപ്പെടുന്നത് എങ്ങനെയാണ്? ദീന് യുക്തി കൊണ്ട് പറയുന്ന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം, ഫിലോസഫിയോ സയൻസോ ഒക്കെ വെച്ചിട്ട് നിർവചിക്കുന്നു. എന്നിട്ട് ആ സയൻസ് എങ്ങാനും തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ഫിലോസഫി തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് ദീനുൽ ഇസ്ലാം പോവുകയാണ്. കാരണം അവൻ മുന്നിൽ വെച്ചിട്ടുള്ള എന്തല്ല, ഖുർആനും ഹദീസും അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം 7 ആകാശത്തിന്റെ മേലെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്നതാണ് ഈ മഹത്തായ ശരീഅത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു ഡൗട്ട് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് സിസ്റ്റം തെറ്റിപ്പോയാലും, ഏത് സങ്കേതങ്ങൾ തകർന്നു പോയി കഴിഞ്ഞാലും നമുക്ക് നമുക്ക് ഖുർആനും സുന്നത്തോ വരുത്. നമ്മൾ ഇന്ന് സയൻസ് ഒരു കാര്യം ഖുർആനും സുന്നത്തിനും എതിരായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക എന്താണ്, സയൻസിന് അവിടെ തെറ്റിയിട്ടുണ്ടെന്നാണ്, അല്ലെ ഖുർആനിന് അവിടെ തെറ്റുണ്ട് എന്ന് നമ്മൾ വിചാരിക്കൂല. കാരണം എന്താണ്, തന്നിട്ടുള്ളതാ. അള്ളാഹുവാണ് ഖുർആൻ തന്നിട്ടുള്ളത്. അതെ, കാരണം ഈ പ്രാപഞ്ചിക നിയമങ്ങളൊക്കെ ഇവിടെ സംവിധാനിച്ച റസാഖായ റബ്ബ്, ഫാത്തിരി സമാവാതി വൽ അർള്, അല്ലെ, ആകാശഭൂമികളെ വിധാനിച്ച റബ്ബാണ്. ആ റബ്ബാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഖുർആനും സുന്നത്തും ഇറക്കി തന്നിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും പ്രാപഞ്ചിക നിയമങ്ങൾ, ഇന്ന് കാണുന്ന പ്രാപഞ്ചിക നിയമങ്ങൾ ഖുർആനും സുന്നത്തിനും എതിരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, ഇതുവരെ ഇല്ല. ഇനി ഉണ്ട് എന്ന് ഒരാൾ അല്ലെങ്കിൽ ഒന്നുമില്ല. ഇനി അങ്ങനെ ഉണ്ട് എന്ന് ഒരാൾ അവകാശപ്പെട്ടാൽ തന്നെ എന്താണ്, അയാൾക്ക് തെറ്റി, അല്ലെങ്കിൽ സയൻസിന് തെറ്റിയെന്ന് നമ്മൾ മനസ്സിലാക്കുള്ളൂ. പക്ഷെ ഈ ആളുകൾക്ക് ഇൽമ എവിടുന്നാണ് അറിവ് എടുക്കേണ്ടത് എന്ന് അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുക, ഇത്തരക്കാരായ ആളുകളുടെ, അല്ലെങ്കിൽ ദീനിനേക്കാൾ മേലെ ഫിലോസഫിയും അതേപോലെ തന്നെ അരിസ്റ്റോട്ടലിന്റെ വാദങ്ങളും സയൻസും ഒക്കെ കൊണ്ടുവെക്കുന്ന ആളുകളുടെ കൂടെ പോയിട്ട് അവരും വഴികേടിലാവുകയാണ്, പറയുന്നവരും വഴികേടിലാവുക. ഈ അവസ്ഥയിലേക്ക് പോവുക. ഇതിനെ കുറിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിക്കോട്ടെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കൗലുണ്ട്, ഇയ്യാക്കും വഅസ്ഹാബു റഈന്റെ ആളുകളെ നിങ്ങൾ ഭയപ്പെടുക. കാരണം റഈ, ബുദ്ധി വെച്ച് ദീൻ പറയുന്ന ആൾക്കാരെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉസൂലുൽ സുന്നയിൽ ഇമാം അഹ്മദ് തന്നെ പറയുന്നുണ്ട്, ലൈസ ഫീ സുന്നത്തി ഖിയാസ്, സുന്നത്തില്ല ഖിയാസില്ല. അതായത് സുന്നത്ത് എന്ന് പറയുന്ന അവിടെ ഉദ്ദേശിക്കുന്ന അഖദി ആയിട്ടുള്ള നോളജാണ്, അതായത് ഖീദയാണ്, വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ വിഷയത്തിൽ എന്തില്ല, വിശ്വാസത്തിൽ ഗൈബുണ്ട്, അല്ലെ, ചില കാര്യങ്ങൾ ജിന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും ലോജിക്കലായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റൂല. അവിടെ ഖിയാസോ റഈയോ അക്കലോ ഉപയോഗിച്ചിട്ട് നമുക്ക് ജിന്നുണ്ട് എന്നുള്ളതോ മലക്കുണ്ട് എന്നുള്ളതോ നമുക്ക് പ്രൂവ് ചെയ്യാൻ സയന്റിഫിക് ആയിട്ട്. അതെന്താണ്, അത് അഖദിയായ വിഷയമാണ്. അഖദിയായ വിഷയത്തിൽ ലൈസ ഫീ സുന്നത്തി ഖിയാസ്. ഇത് തന്നെ നമുക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നല്ല കൗലുണ്ട്, ഏത് ആകാശം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാൽ അയ്യ സമായി തളലനി, ഏത് ആകാശമാണ് എനിക്ക് മേൽക്കൂരയാവുക, ഏത് ഭൂമിയാണ് എനിക്ക് വിരിപ്പാവുക, ഞാൻ അള്ളാഹുവിന്റെ കിതാബ് എന്റെ ബുദ്ധി വെച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇത് പേടിക്കണം സഹോദരങ്ങളെ.
ഏതെങ്കിലും ചവറ്റുകൊട്ടയിൽ നിന്ന്. ചവറ്റുകൊട്ടയിൽ നിന്നല്ല നമ്മളെ ദീൻ എടുക്കേണ്ടത്. അത് അതെ അതിനായിട്ട് പഠിച്ച്, അതിനായിട്ട് സമയം കണ്ടെത്തി, അതിനായിട്ട് ഇരിക്കുന്ന, അതിൽ ഫിഖും അഖീദയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മാറിയിരിക്കുന്ന ആളുകളുണ്ട്. ഉലമാക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇൽമിന്റെ ആളുകളുണ്ട്, ഇൽമിന്റെ മജാലിസുകളുണ്ട്. അവിടുന്നാണ് നമ്മൾ ഇൽമ എടുക്കേണ്ടത്. യഥാർത്ഥ ഇൽമ എടുക്കേണ്ടത് യഥാർത്ഥ അഖീദയുടെയും യഥാർത്ഥ അള്ളാഹുവിന്റെ ഖുർആനും സുന്നത്തും നേരാവണ്ണം അതിൽ നിലകൊള്ളുകയും അത് ഇത്തിബാ ചെയ്യാൻ, അത് പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്നാണ്. ഞാൻ എടുക്കാം നിങ്ങൾക്ക്. ഓക്കെ. അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇത്രേ ഉള്ളൂ. അതായത് ദീൻ പഠിക്കേണ്ടത് ദീൻ പഠിച്ച ആൾക്കാരിൽ നിന്നാണ്, പ്രൊഫഷണൽ ആയിട്ട് പഠിച്ച ആൾക്കാരിൽ നിന്നാണ്. ഈ ദീൻ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് ചില ആൾക്കാർ ഞാൻ ദീൻ പഠിച്ചു, എനിക്ക് ദീൻ വിഷയം അറിവുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണോ റസൂൽ പഠിപ്പിച്ചത്, അതെന്താണോ സഹായിമാര് മനസ്സിലാക്കിയത്, അതെങ്ങനെയാണ് അവരുടെ തലമുറയിലേക്ക്, അവരുടെ ശിഷ്യന്മാരിലേക്ക് എത്തിപ്പെട്ടത്. ഇപ്പോ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞ പോലെ അദ്ദേഹത്തിലേക്ക് എത്തിപ്പെട്ടത് ആ ഒരു കൂട്ടം ആളുകളുടെ ദീൻ അവരെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഒരു ഖുർആനായത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് തോന്നിയ പോലെ വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ ഞാനിത് വ്യാഖ്യാനം കൊണ്ടുവരിക, എന്നിട്ട് ഞാൻ ഇങ്ങനെ തപ്പ് ഖുർആന് വല്ല സപ്പോർട്ട് ഉണ്ടോന്ന്, എന്നിട്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് എന്തിനു സംഭവം കണ്ടാലും അത് ഖുർആനിൽ ഉണ്ട്, അത് ഖുർആന്റെ അതാ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഞാൻ സ്വയം പറയുക. ഹദീസുകൾ കൊണ്ടുവരിക, സ്വഹീഹായ ഹദീസുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ സ്വഹീഹ് അല്ലാത്ത ഹദീസുകൾ കൊണ്ടുവരിക. എന്നിട്ട് അതെല്ലാം നമുക്ക് തോന്നിയ പോലെ നമ്മൾ വ്യാഖ്യാനിക്കുക. അപ്പൊ മൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 4 ആളെ മുമ്പിൽ ഫേമസ് ആകാൻ വേണ്ടി നടത്തുന്ന യൂട്യൂബ് ചാനലുകളും ഇൻസ്റ്റാഗ്രാമുകളും പൈസക്ക് വേണ്ടി നടത്തുന്ന പരിപാടികളാണ്. മക്കളെ പൈസക്ക് വേണ്ടിയിട്ട്, ലിറ്ററലി പൈസക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അത് താഴെ കാണാൻ സാധിക്കും. പൈസ അയച്ചു കൊടുക്കുന്ന അത്ര സ്ക്രീൻഷോട്ടുകൾ വരെ ഒക്കെ എടുത്തു വെക്കാൻ സാധിക്കും. ഇഷ്ടംപോലെ ആളുകൾ ഇവരൊക്കെ പൈസക്ക് വേണ്ടിയിട്ട്, കോഫി, ഒരു ചായക്ക് വേണ്ടിയിട്ട്, ഒരു ടീക്ക് വേണ്ടിയിട്ടൊക്കെ ആദിഫ് ഹുസൈനൊക്കെ നടത്തുന്നത് ചായക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ചായ കുടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇസ്ലാമിനെ പറ്റി പച്ച ചായ കുടിക്കാൻ വേണ്ടി പച്ചക്ക് പറയുന്ന കാര്യം. നമുക്ക് പറയാനുള്ളത് ചില ഉലമാക്കളിൽ നിന്ന് വന്ന ഒരു അസറാണ് ഇന്നഹാദ ഇൽമുദി. ഈ ഇൽമ എന്ന് പറയുന്നത് ദീനിന്റെ ഇൽമാണ്. ഇത് എവിടുന്നാണ് എടുക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദീനിന്റെ പ്രത്യേകതയാണ്, ഈ ദീൻ ഇസ്നാദിന്റെ ദീനാണ്, സനദിന്റെ ദീനാണ്. ഈ ദീന് നമ്മൾ എടുക്കുമ്പോൾ അത് ആരിൽ നിന്നാണ് ആ വ്യക്തി പഠിച്ചതെന്ന് നോക്കണം. ആ വ്യക്തി ആരിൽ നിന്നാണ് പഠിച്ചതെന്ന് നോക്കണം. ആ സനദ് ആവണം. അതായത് ലൊയ്ഫായ ചില ഹദീസുകൾക്കും സനദുണ്ട്, പക്ഷെ ആ സനദിലുള്ള വ്യക്തി ചിലപ്പോൾ കാദിബാവാം, കള്ളനാവാം. അതേപോലെ തന്നെ ചിലപ്പോ കുഫാറുകളിൽപ്പെട്ട ആൾക്കാരാവാം, ചിലപ്പോ മുബത്തതികൾ, വഴികേടിലായ ലോലാലത്തിൽപ്പെട്ട ചില കക്ഷികളിൽപ്പെട്ട ആൾക്കാരായിരിക്കും. നമ്മളതൊന്നും എടുക്കൂല. നമ്മൾ അഹ്ലുസുന്നത്തിന്റെ നേരായ വഴിയിലുള്ള ആൾക്കാരുടെ ഇസ്നാദുള്ള ദീനിലാണ് ഉറച്ചു നിൽക്കേണ്ടത്. ഞാൻ ഇവിടെ നിർത്തുകയാണ്.